ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC +2 ലെവൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ടോപ്പിക്കായ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര്? അറബികൾ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴിതെളിയിച്ചതെന്ത്? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലേക്കുള്ള ആഗമനത്തിന് വഴിതെളിച്ചത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ ക്രമത്തിൽ: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആര്? പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാർ ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായതെന്ന്? AD 1628. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628 ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരൻ ആര്? വാസ്കോ ഡി ഗാമ. ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം: കാപ്പാട്, പന്തലായിനി, കടപ്പുറം. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത് കാപ്പാട്, കടപ്പുറത്താണ്. വാസ്കോ ഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയ വർഷമേത്? 1498 മെയ് 20. വാസ്കോ ഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയത് 1498 മെയ് 20. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആര്? മാനുവൽ ഒന്നാമൻ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോർച്ചുഗീസ് ഭരണാധികാരി മാനുവൽ ഒന്നാമനായിരുന്നു. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലേത്? സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലായിരുന്നു സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി AD 1500 ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാര്? പെഡ്രോ അൽവാരിസ് കബ്രാൾ. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി 1500 ഇന്ത്യയിലെത്തിയത് കബ്രാളാണ്. വാസ്കോ ഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തിയ വർഷം: AD 1502. വാസ്കോ ഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തിയത് AD 1502. വാസ്കോ ഡ ഗാമ അവസാനമായി പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയത് 1524. വാസ്കോ ഡ ഗാമ അവസാനമായും പോർച്ചുഗീസ് വൈസ്രോയിയായും കേരളത്തിലെത്തിയത് AD 1524. വാസ്കോ ഡ ഗാമ അന്തരിച്ചതെന്ന്? 1524 ഡിസംബർ 24. വാസ്കോ ഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി ഏത്? സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളിയാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ നീലജല നയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആര്?
ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ നീലജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച വൈസ്രോയി ആര്? അൽബുക്കർക്ക്. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനമേത്? കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ പോർച്ചുഗീസ് വൈസ്രോയി ആര്? അൽബുക്കർക്ക്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആര്? അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട പണികഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചതാര്? ഷെയ്ഖ് സൈനുദ്ദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. പോർച്ചുഗീസുകാരുടെ സമ്പർക്കഫലമായി കേരളത്തിൽ ഉടലെടുത്ത കലാരൂപമേത്? ചവിട്ടുനാടകം. പോർച്ചുഗീസുകാരുടെ സമ്പർക്കഫലമായി കേരളത്തിൽ ഉടലെടുത്ത കലാരൂപമാണ് ചവിട്ടുനാടകം. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാര്? പോർച്ചുഗീസുകാർ. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല നിർമ്മിച്ചതാര്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല നിർമ്മിച്ചത് ഗോവയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതെല്ലാം? ഗോവയും ദാമൻ ദിയുവും. പോർച്ചുഗീസുകാരുടെ പ്രധാന കോളനികളാണ് ഗോവയും ദാമൻ ദിയുവും. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ചതെന്ന്? 1961 ഡിസംബർ 19. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ചത് 1961 ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച സൈനിക നടപടി ഏത്? ഓപ്പറേഷൻ വിജയ്. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. 1555 മട്ടാഞ്ചേരിയിൽ ഡച്ച് കൊട്ടാരം പണികഴിപ്പിച്ചതാര്? പോർച്ചുഗീസുകാർ. 1555 മട്ടാഞ്ചേരിയിൽ ഡച്ച് കൊട്ടാരം പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിലെ സെൻറ്റ് ഏഞ്ചലോ കോട്ട നിർമ്മിച്ചതാര്? പോർച്ചുഗീസുകാർ. കണ്ണൂരിലെ സെൻറ്റ് ഏഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയേത്? ചാലിയൻകോട്ട. കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയേത്? ചാലിയൻകോട്ട. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ 4-ാമനെ ഗോവയിൽ വച്ച് വധിച്ചതെന്ന്? AD 1600. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ 4-ാമനെ ഗോവയിൽ വച്ച് വധിച്ചത് AD 1600. ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയതും അവസാനം ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ ഏത്? പോർച്ചുഗീസുകാർ.
ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് AD 1595 ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതെന്ന്. AD 1602. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചതെവിടെ? മസൂലിപ്പട്ടണം. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപ്പട്ടണത്താണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗം ഏത്? ഡച്ചുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗമാണ് ഡച്ചുകാർ. 1658 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്ത ഡച്ച് അഡ്മിറൽ ആര്? അഡ്മിറൽ വാൻഗോയൂസ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്ത ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻഗോയൂസ്. 1741 ആഗസ്റ്റ് 10 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമേത്? കുളച്ചൽ യുദ്ധം. 1741 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് കപ്പിത്താൻ ആര്? ഡിലനോയ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് കപ്പിത്താൻ ആര്? ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ് ആണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏത്? മാവേലിക്കര ഉടമ്പടി. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് 1753 ആഗസ്റ്റ് 15. ഉപ്പു നിർമ്മാണം, വസ്ത്രങ്ങളിൽ ചായം മുക്കൽ, തെങ്ങ് കൃഷി, നെൽകൃഷി എന്നിവ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച യൂറോപ്യന്മാരാര്? ഡച്ചുകാർ. ഉപ്പു നിർമ്മാണം, വസ്ത്രങ്ങളിൽ ചായം മുക്കൽ, തെങ്ങ് കൃഷി, നെൽകൃഷി എന്നിവ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമേത്? ഹോർത്തൂസ് മലബാറിക്കസ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമേത്? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം? ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏത്? ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതാര്? അഡ്മിറൽ വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പരാമർശിക്കുന്ന സസ്യമേത്? തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പരാമർശിക്കുന്ന സസ്യമാണ് തെങ്ങ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആര്? ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഏത്? ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ.
കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരൻ ആര്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ചാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്ന്? AD 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് മുഗൾ ഭരണാധികാരി ആരായിരുന്നു? അക്ബർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് മുഗൾ ഭരണാധികാരി അക്ബർ ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആര്? ജഹാംഗീർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമം എന്ത്? ജോൺ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമമാണ് ജോൺ കമ്പനി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെ? സൂറത്ത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് സൂറത്തിലാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെ? വിഴിഞ്ഞം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏത്? മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ട. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് മദ്രാസിലാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് എവിടെ? അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് 1695 അഞ്ചുതെങ്ങിലാണ്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആര്? ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത്? അഞ്ചുതെങ്ങ് കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് ഉണ്ടായ കലാപം ഏത്? അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് ഉണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നതെന്ന്? 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? ഗീഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമേത്? പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്നതെന്ന്? 1757 ജൂൺ 23. പ്ലാസി യുദ്ധം നടന്നത് 1757 ജൂൺ 23. പ്ലാസി യുദ്ധം നടന്നത് ആരെല്ലാം തമ്മിൽ? സിറാജ് ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ. പ്ലാസി യുദ്ധം നടന്നത് സിറാജ് ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികളേത്? ഫ്രഞ്ചുകാർ.
ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതെന്ന്? 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് AD 1664 പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ചുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമേത്? പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ സ്ഥാപകനാര്? ഫ്രാങ്കോയിസ് മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഫ്രഞ്ചുകാരുടെ മറ്റ് പ്രധാന കോളനികൾ ഏതെല്ലാം? യാനം, കാരക്കൽ, ചന്ദ്രനഗർ. ഫ്രഞ്ചുകാരുടെ പ്രധാന കോളനികളാണ് യാനം, കാരക്കൽ, ചന്ദ്രനഗർ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം ഏത്? മാഹി. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. കേരളത്തിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത്? മയ്യഴിപ്പുഴ. കേരളത്തിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മാഹി ഫ്രഞ്ചുകാരിൽ നിന്നും സ്വതന്ത്രമായ വർഷം? 1954. മാഹി ഫ്രഞ്ചുകാരിൽ നിന്നും സ്വതന്ത്രമായത് 1954. ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം അവസാനിക്കാൻ കാരണമായ യുദ്ധമേത്? വാണ്ടിവാഷ് യുദ്ധം. ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് 1760 വാണ്ടിവാഷ് യുദ്ധം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യൂ. പുതിയൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. താങ്ക് യു.